രാമായണ പാരായണം ചിട്ടകളും പ്രാധാന്യവും. ഭാരതീയ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണ പാരായണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കർക്കടക മാസം രാമായണ മാസാചരണമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഏതു സമയത്തും രാമായണം പാരായണം ചെയ്യുന്നത് പുണ്യകരമായാണ് കരുതപ്പെടുന്നത്. രാമായണ പാരായണം നടത്തുമ്പോൾ ചില ചിട്ടകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചിട്ടകൾ ഗ്രന്ഥത്തോടുള്ള ആദരവ് മാത്രമല്ല, പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് മാനസികമായ ഏകാഗ്രതയും ശാന്തതയും നൽകുന്നു. പാരായണത്തിനുള്ള തയ്യാറെടുപ്പുകൾ. രാമായണ പാരായണം ആരംഭിക്കുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാമായണ പാരായണത്തിനായി ഉപയോഗിക്കുന്ന രാമായണ ഗ്രന്ഥം യാതൊരു കേടുപാടുമില്ലാത്തതും ശുദ്ധിയുള്ളതുമായിരിക്കണം. പരിശുദ്ധമായ ഒരു പീഠത്തിലോ പട്ടിലോ വെച്ച് വേണം പാരായണം ചെയ്യാൻ. ആദ്യമായി ഗ്രന്ഥം എടുത്ത് പാരായണം തുടങ്ങുന്നതിന് ഞായർ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ ഉത്തമമാണ്. രാവിലെയോ വൈകുന്നേരമോ ആകട്ടെ, കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചു വേണം പാരായണം ആരംഭിക്കാൻ. ക്ഷേത്രദർശനം കഴിഞ്ഞു വരുമ്പോൾ വലതുകാൽ ആദ്യം പടിയിൽ ചവിട്ടിക്കേറണം. ക്ഷേത്രദർശനം കഴിഞ്ഞ് ഉടൻ കൈകാലുകൾ കഴുകുന്നത് ഒഴിവാക്കണം. പാരായണം ചെയ്യുമ്പോൾ വടക്ക് ദിക്ക് അഭിമുഖമായി ഇരിക്കണം. കിഴക്ക് സൂര്യനുള്ളപ്പോൾ പടിഞ്ഞാർ ചന്ദ്രനുണ്ടാകും എന്ന സങ്കല്പത്തിൽ തെക്കോട്ട് തിരിഞ്ഞ് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് വടക്ക് ദിക്ക് തിരഞ്ഞെടുക്കുന്നത്. അക്ഷരശുദ്ധിയോടെ വേണം രാമായണം പാരായണം ചെയ്യാൻ. തെറ്റുകൂടാതെയും വ്യക്തമായും വായിക്കുന്നത് പ്രധാനമാണ്. പാരായണം ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പൂർണ്ണമായ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ പാരായണം ആരംഭിക്കുന്നത് ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം. ഏതൊരു ഭാഗം വായിക്കുന്നതിനു മുമ്പും ബാലകാണ്ഡത്തിലെ ഈ മംഗളകരമായ ഭാഗം പാരായണം ചെയ്തിരിക്കണം. ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്തു നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം. യുദ്ധം, കലഹം, മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്തുനിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. മംഗളകരമായ സംഭവം അവസാനിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഉത്തമം. നിത്യവും രാമായണം പാരായണം ചെയ്യുമ്പോൾ യുദ്ധകാണ്ഡത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന രാമായണ മാഹാത്മ്യം കൂടി പാരായണം ചെയ്തു വേണം അവസാനിപ്പിക്കാൻ. രാവിലെയോ വൈകുന്നേരമോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും രാമായണം പാരായണം ചെയ്യാം, പക്ഷെ തികഞ്ഞ ഏകാഗ്രതയോടെ ആയിരിക്കണം എന്ന് മാത്രം. സന്ധ്യാസമയത്ത് രാമായണ പാരായണം ഒഴിവാക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എവിടെ രാമായണ പാരായണം നടന്നാലും അവിടെയെല്ലാം ഹനുമാൻ ആനന്ദാശ്രു ചൊരിഞ്ഞുകൊണ്ട് അത് കേൾക്കാൻ സന്നിഹിതനാകും എന്നാണ് വിശ്വാസം. ഹനുമാനെ കൂടാതെ ദേവന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ, പരേതാത്മാക്കൾ തുടങ്ങിയവരെല്ലാം ഇത് കേൾക്കാൻ എത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദേവഗണങ്ങളുടെയെല്ലാം സന്ധ്യാവന്ദനം ത്രിസന്ധ്യാസമയത്താണ് നടക്കുന്നത്. ഹനുമാന് എല്ലാ സന്ധ്യയിലും തർപ്പണമുണ്ട്. നാരദൻ നിവേദ്യം സന്ധ്യയ്ക്കാണ്. ചില അമൃതസ്വരൂപികളായ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് സന്ധ്യാവന്ദനമുണ്ട്. ഇവർക്കെല്ലാം അവരവരുടെ സന്ധ്യാകർമ്മങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ത്രിസന്ധ്യാസമയത്ത് രാമായണ പാരായണം നിർത്തിവെക്കുന്നത്. സന്ധ്യാവന്ദനം കഴിഞ്ഞ ശേഷം പാരായണം തുടരുന്നതാണ് ഉത്തമം. ഈ ചിട്ടകൾ പാലിച്ചുകൊണ്ട് രാമായണ പാരായണം നടത്തുന്നതും നാലമ്പല ദർശനം നടത്തുന്നതും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കർക്കടക മാസം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അന്യോന്യം ക്ഷമിക്കാനും പിതൃക്കളെ സ്മരിക്കാനും രാമായണ പാരായണത്തിലൂടെ കഴിയുമാറാകട്ടെ. രാമ രാമ പാഹിമാം.